അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. മാഷാ അല്ലാ. എല്ലാവരും തയ്യാറാണല്ലേ പഠിക്കാൻ? സന മക്കൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മാഷാ അല്ലാ. അപ്പം നമുക്കിന്ന് പഠിക്കാൻ തുടങ്ങാം. പാടോ? ഓക്കെ, എല്ലാവരും ഒന്ന് ഉഷാറിൽ ഇരുന്നട്ടെ. എല്ലാവർക്കും എല്ലാ ദിവസവും നല്ല ഉഷാറിലിരിക്കണോ കേട്ടാ? എപ്പോഴും നല്ല ഉന്മേഷത്തിൽ ആഗ്രഹത്തിൽ വന്നിട്ടിരിക്കണം ക്ലാസ്സിൽ. ഓക്കെ, എല്ലാവരും തയ്യാറാണോ പഠിക്കാനേ? മാഷാ അല്ലാ. എല്ലാവരും ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണം കേട്ടാ. ഫുള്ള് കോൺസെൻട്രേഷൻ അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയാന്? ഇങ്ങോട്ടേക്ക് നോക്ക്, എല്ലാവരും ഇങ്ങോട്ടേക്ക് നോക്ക്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം അല്ലേ? എല്ലാവരും മഗ്‌രിബൊക്കെ നിസ്കരിച്ചിനോ? മഗ്‌രിബ് നിസ്കരിക്കാതെ ക്ലാസ്സിൽ ഇരിക്കരുത് കേട്ടാ. മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ടായിരിക്കും നല്ല റെഡി ആയിട്ടായിരിക്കും ക്ലാസ്സിൽ വരേണ്ടത്. ഓക്കെ, മഗ്‌രിബ് നിസ്കരിച്ചില്ലേ ബേ ക്ലാസ് ഒക്കെ എന്നോട് നിസ്കരിക്കണേ. ഓക്കെ, പിന്നെ ക്ലാസ് മുഴുവനായിട്ട് കാണണം. ആരും പകുതിക്കൊന്നും ഇട്ടിട്ട് പോകരുത്. മുഴുവനായിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ല കുട്ടികളാണ്. ഓക്കെ, അള്ളാഹു എല്ലാ മക്കളെയും കബൂലാക്കുമാറാകട്ടെ. എന്നാൽ പിന്നെ പെട്ടെന്ന് കിതാബ് എടുത്ത് എല്ലാവരും എടുത്തോ. ഓക്കെ, ദിവസത്തെയും കിതാബ് എടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മളെ ഒന്നാമത്തെ വിഷയം ഏതാണ്? നൂറാനി ഖായിദ അല്ലേ? നൂറാനി ഖായിദ. ഓക്കെ, പറഞ്ഞോ. നൂറാനി ഖായിദ എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധ ഖുർആൻ പാരായണ. എന്താ നിങ്ങൾ നിർത്തിക്കളഞ്ഞെന്താ? പറഞ്ഞ ബാക്കി പറയ്. പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾക്ക് ഖായിദ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? കൂട്ടക്ഷരങ്ങൾ അല്ലേ? അക്ഷരങ്ങളെ കൂട്ടി എഴുതുമ്പോഴുള്ള 3 രൂപങ്ങൾ അല്ലേ? 3 രൂപങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓർമ്മ ഉണ്ട് എല്ലാവർക്കും? നമ്മൾ ഇന്നലെ പഠിച്ച അക്ഷരങ്ങൾ ഏതാന്നാ പറഞ്ഞ? ഓർമ്മ ഉണ്ടെങ്കിൽ പറയും. നൂറ പറയും. നമ്മൾ ഇന്നലെ പഠിച്ച അക്ഷരങ്ങൾ ഏതെല്ലാം അക്ഷരങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചത്? എത്ര അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ? അത് അറിയോ? എത്ര അക്ഷരോ? 5 അക്ഷരങ്ങൾ പഠിച്ചു. എത്ര? 5 അക്ഷരങ്ങൾ. ഏതല്ല ഇന്നലെ പഠിച്ചത്? ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ് അല്ലേ? 5 അക്ഷരങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചല്ലേ നൂറ? ഓക്കെ, അപ്പൊ എല്ലാരും ഇങ്ങോട്ട് നല്ല ശ്രദ്ധിക്കണം. അപ്പൊ ഈ നൂറാനി ഖായിദയുടെ ഈ വിഷയം ഉസ്താദ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നലെ രാത്രി മഗ്‌രിബിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും അല്ലേ? ദുആ സുന്നത്ത്, അതേപോലെ ഇഫ്ല് സൂറത്ത്, അഖായിദ്, നമസ്കാരം, ഇസ്ലാമിക വിജ്ഞാനം, അറബി, ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ഉസ്താദ് പറയിപ്പിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്താ ഉസ്താദിന്റെ കൂട്ടത്തിൽ പറയുന്നത് നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റൂ. പക്ഷെ ഈ നൂറാനി ഖായിദ ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റൂല? ശരിക്കും പഠിക്കാൻ പറ്റൂല. ഈ അക്ഷരങ്ങള് കൂട്ടക്ഷരങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയിട്ട് നോട്ടിലൊക്കെ എഴുതുക. ഓരോ അലിഫിന്റെ ഓരോ രൂപങ്ങൾ എഴുതുക. അലിഫ് ആദ്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതാം. അതേപോലെ അലിഫ് മധ്യത്തിൽ വരുമ്പോൾ അല്ലെ ലാമിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഇങ്ങനെ ചേർച്ചിട്ടാണ് എഴുതേണ്ടത്. അത് നോട്ടിൽ എഴുതാം. അതേപോലെ തന്നെ അലിഫ് അവസാനത്തിൽ വരുമ്പോൾ ഈ രൂപത്തിലാണ്. അപ്പോൾ ഓരോ അക്ഷരങ്ങളുടെ ഇങ്ങനെ നോട്ടിലൊക്കെ എഴുതി വെച്ചാൽ എന്താക്കും? നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞേണ്ട കാര്യങ്ങളല്ല. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ ഓരോന്ന് ചെയ്യേണ്ടതാണ് സ്വന്തമായിട്ട്. മനസ്സിലായാ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദ് നോക്കട്ടെ ആരാന്ന് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ആരെങ്കിലും കാണിച്ചായിരുന്നു. ഇൻഷാ അല്ലാഹ് ഓർക്ക് എന്താ നിർബന്ധമായിട്ട് ഉസ്താദ് സമ്മാനം തരും. ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും തരും. ഇത് ഭയങ്കര പ്രത്യേകമാണ്. ഈ നൂറാനി ഖായിദയുടെ ഓരോ അക്ഷരങ്ങള് നോട്ടിൽ എഴുതാണ്. ഉസ്താദ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഉസ്താദ് കാര്യങ്ങൾ ഫോട്ടോ അയച്ചാൽ അലിഫ് തൊട്ടിട്ട് നമ്മളിപ്പോ എവിടത്തെ വരെ പഠിച്ചു? കാഫ് വരെ പഠിച്ചു അല്ലെ? ഓരോ അക്ഷരങ്ങളുടെ അലിഫ് എന്ന് എഴുതാ. എന്നിട്ട് അലിഫിന്റെ ആദ്യത്തെ രൂപം, അലിഫിന്റെ ലാമിന്റെ കൂട്ടത്തിൽ എഴുതുന്ന രൂപം, അലിഫ് അവസാനത്തിൽ വരുമ്പോൾ രൂപം. അതേപോലെ ബായിന്റെ ഒറ്റക്ക് എഴുതുമ്പോൾ ഈ രൂപത്തിലാണ്. ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോൾ ഈ രൂപത്തില്, മധ്യത്തിൽ വരുമ്പോൾ ഈ രൂപത്തില്, അവസാനത്തിൽ ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളുടെയും നോട്ടിലൊക്കെ എഴുതി ക്ലിയർ ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഉസ്താദ് ഇന്ന് മെസ്സേജ് അയച്ച് ഇന്ന് എഴുതി ഫോട്ടോ എടുത്ത് കാണിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ എന്തായാലും ഉസ്താദ് വരും. ഇപ്പൊ പെട്ടെന്ന് ഉസ്താദ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഓർമ്മിപ്പിക്കണം കേട്ടോ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടാ? ആരാ നോക്കട്ടെ ഫസ്റ്റ് ആരാണ്? എല്ലാവരും മത്സരാണ്. ആരാ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് ഫസ്റ്റ് എന്തായാലും ഉസ്താദ് നിങ്ങൾ ഒരാൾക്കേ സമ്മാനമുള്ളൂ. ഒറ്റയാൾക്ക് മാത്രമേ ഉള്ളൂ. ആരാണ് ഫസ്റ്റ് ഉസ്താദ് അയച്ചിരുന്നത് എഴുതിയിട്ട് കേട്ടോ? എവിടുത്തെ വരെയാണ്? അലിഫ് തൊട്ടിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന കാഫ് വരെ. ഇന്നലെ കാഫ് വരെ അല്ല പഠിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാഫ് വരെ നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പൊ കാഫ് വരെയുള്ള ആരാ ഫസ്റ്റ് കപ്പ്? ഓക്കെ, എല്ലാവരും തയ്യാറെന്നല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് കോമ്പറ്റീഷൻ മത്സരാണ് കേട്ടാ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മളെ പാഠം നോക്ക് എല്ലാവരും. എത്രാമത്തെ പേജ്?
പേജ് പറഞ്ഞാ നിങ്ങൾക്ക് അറിയാം എത്രാമത്തെ പേജാന്ന്? എടുത്തിട്ടില്ല എല്ലാവരും? മാഷാ അല്ലാ. ഓക്കെ, 42ാമത്തെ പേജ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ് ഈ 5 അക്ഷരങ്ങളുടെ കൂട്ടി എഴുതുമ്പോൾ രൂപങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, നോക്കാം നമുക്ക്. ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്നലെ ലാസ്റ്റ് പഠിച്ച അക്ഷരം ഏതായിരുന്നു? കാഫ് അല്ലേ? ഏത്? ഈ അക്ഷരം അല്ലെ? കാഫ് അല്ലെ? കാക്കന്റെ അല്ലെ? കാഫ്. ഈ കാ പറയുന്ന സാധാരണ കാഫിന്റെ ഈ കാഫ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പൊ ഇതേ പോലത്തെ 2 വരുന്നുണ്ട് അല്ലെ? ഈ കാഫിന്റെ അല്ല, കാഫ് ഇങ്ങനെയല്ലേ എഴുതല്? ഈ രൂപത്തിൽ തന്നെ എന്തുണ്ട്? ലാമും കൂടി ഉണ്ട്. ഏത്? ലാമും കൂടി ഉണ്ട്. അപ്പൊ ഇൻഷാ നമുക്ക് ഇന്ന് ലാമും കൂടി പഠിക്കാം. ഏത്? ലാമും കൂടി പഠിക്കാം. ഓക്കെ, എല്ലാവരും തയ്യാറന്നല്ലേ? അപ്പൊ കാഫും ലാമും വ്യത്യാസമുണ്ട്, രൂപങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും കാഫ് നോക്ക്. കാഫ് പുള്ളിയുള്ള കാഫല്ല, ഈ കാഫല്ലേ? ഇത് ഖാഫ്. ഇത് ഖാഫ്. ഏത്? ഇപ്പൊ കാണുന്നേ ഇതില്ലേ? ഇത് ഖാഫ് അല്ലെ? ഇതല്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ഇതാണ്. ഏത്? കാഫ്. ഇത് സാധാരണ കാഫ്. പുള്ളിയുള്ളത് ഖാഫ്. ഇത് കാഫ്. ഓക്കെ, മനസ്സിലായ? മാഷാ അല്ലാഹ്. അപ്പൊ നോക്ക് ഈ അക്ഷരം നോക്ക്. കാഫ് നോക്ക്. കാഫ്. കാഫ് അല്ലെ? കാഫ് തനിച്ച് ഒറ്റക്ക് വരുമ്പോൾ ഏത് രൂപത്തിൽ വരും? ഈ രൂപത്തിൽ അല്ലെ? ഈ രൂപത്തിൽ ഒറ്റക്ക് വരുമ്പോൾ ഈ രൂപത്തിൽ വരാൻ അല്ലെ? ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ലാം എന്നതാ. എന്നിട്ട് അതിന്റെ ലാമിന്റെ ഉള്ളിലൊരു ചെറിയ ഹംസ ഇട്ട് കൊടുക്കുക. എന്ത്? ഹംസ. ഇങ്ങനെയാണ് എന്ത്? ഒറ്റക്ക് എഴുതുമ്പോൾ കാഫ് ഇങ്ങനെയാണ് എഴുതല്. മനസ്സിലായല്ലോ? മനസ്സിലായ പറഞ്ഞത്? കാഫിന്റെ തനിച്ച് ഒറ്റക്ക് വരുമ്പോഴുള്ള രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത രൂപം നോക്ക്. കാഫിന് ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരാണ്. ഒരു വാക്കിന്റെ ആരംഭത്തിൽ, അതായത് അതിന് ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ അതിന് മുന്നിൽ അധികം ഉണ്ടാവോ? ഇല്ല. അപ്പൊ കാഫ് ഒരു വാക്കിന്റെ ആരംഭത്തിലാണ് വരുന്നത്. അതിന് മുന്നിലൊന്നില്ല, ശേഷമാണ് അക്ഷരമുള്ളത് അല്ലെ? അപ്പൊ ശേഷം മാത്രം അക്ഷരമുള്ള കാഫിന്റെ രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഈ കാഫ്. ഈ കാഫിന്റെ രൂപം എങ്ങനെയാണ്? മുന്നിലേക്കൊന്നൊന്നുമില്ല. സാധാരണ കാഫ് ഇങ്ങനെ ഈ രൂപത്തിൽ എഴുതാന് കണ്ടാ? ഈ രൂപത്തിൽ നമ്മൾ ഫസ്റ്റ് ഒറ്റക്ക് എഴുതുമ്പോഴുള്ള രൂപം ഇങ്ങനെയാണോ? അല്ലല്ലോ, ഇതിന്റെ രൂപം മാറിയില്ലേ? ഒറ്റക്ക് എഴുതുമ്പോ എങ്ങനെയാണ്? ഈ രൂപത്തിലല്ലേ? ഒറ്റക്ക് എഴുതുമ്പോ ഈ രൂപത്തിലല്ലേ? ലാം എഴുതിയിട്ട് അതിന്റെ ഉള്ളിലൊരു ഹംസ എഴുതും അല്ലെ? ഇങ്ങനെയാണ് ഒറ്റക്ക് എഴുതുമ്പോ എഴുതാൻ. ഇനി വേറെ കൂട്ടത്തിൽ എഴുതുമ്പോഴുള്ള കാഫിന്റെ രൂപം ഇങ്ങനെയാണ്. രൂപം മാറി. മനസ്സിലാകണേ? രൂപം മാറി. മനസ്സിലാക്കണേ, ശ്രദ്ധിച്ചോ? അപ്പൊ ഈ രൂപത്തിലാണ് എന്ത്? ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോൾ കാഫ് ഈ രൂപത്തിലാണ് വരാന്. ഇങ്ങനെ എഴുതി ബാക്കി പകുതി കട്ട് ചെയ്തു, ബാക്കി പകുതി മുറിച്ച്, താല് അര കഷ്ണം വര മാത്രല്ലേ? കാഫിന്റെ പകുതി ഭാഗം മാത്രമേ താലുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ ഈ ബാക്കി എന്തിനാ മുറിച്ചളഞ്ഞത്? വേറൊരു അക്ഷരത്തിലേക്ക് കൂട്ടിയിട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ കാഫ് 2ാമത്തെ രൂപം മനസ്സിലായല്ലോ. കാഫ് ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോൾ അതിന് മുന്നിൽ ഒരു അക്ഷരം ഉണ്ടാവില്ല, ശേഷം ഒരു അക്ഷരം ഉണ്ടാവും. അപ്പോഴാണ് ഈ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രൂപം ഉള്ളത്. ഓക്കെ, അപ്പൊ കാഫിനെ 2 രൂപം മനസ്സിലായി. ഒറ്റക്ക് എഴുതുമ്പോഴുള്ള രൂപം, 2ാമത്തെ ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോഴുള്ള രൂപം. ഇനി 3ാമത്തെ രൂപം നോക്ക്. 3ാമത്തെ രൂപം നോക്ക്. ഇതാ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏത്? 3ാമത്തെ രൂപം. ഈ കാഫ് എപ്പോ വരുന്നതാണ്? ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പോൾ, ഒരു വാക്കിന്റെ നടുക്ക് അല്ലെങ്കിൽ അതിന്റെ മുന്നിലും ശേഷം എന്തുണ്ട്? ഒരു അക്ഷരമുണ്ട്. അപ്പോഴാണ് ഈ കാഫിന്റെ ഈ രൂപം. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ രൂപം ഇല്ലേ? ഇതാണെന്ത്? ഈ ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കാഫിന്റെ മുന്നിൽ ഒരു അക്ഷരം ഉണ്ടാവും, ശേഷം ഒരു അക്ഷരം ഉണ്ടാവും. അപ്പോഴാണ് ഈ രൂപത്തില് വരാണ്ട്. മനസ്സിലാകുന്നുണ്ടാ പറയുന്നത്? അപ്പൊ ഈ കാഫിന്റെ മുന്നിൽ കണ്ട, മുന്നിൽ ഒരു ചെറിയ വരയുണ്ട്, മുന്നിലുള്ള ഒരു അക്ഷരത്തിന്റെ ബാക്കി കഷ്ണം, അതേപോലെ ശേഷം ഒരു അക്ഷരത്തിന്റെ ബാക്കിയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ കാഫിന്റെ 3ാമത്തെ രൂപം മനസ്സിലായല്ലോ. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ കാഫിന് 3 രൂപങ്ങൾ നമ്മൾ പഠിച്ചു. തനിച്ച് വരുമ്പോൾ ഈ രൂപം, ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോൾ ഈ രൂപം, അതേപോലെ ഒരു വാക്കിന്റെ മധ്യത്തിൽ അല്ലെ വരുമ്പോൾ ഈ രൂപം. അപ്പം കാഫിന്റെ എത്ര രൂപം പഠിച്ച് സിനിയ? 3 രൂപങ്ങൾ പഠിച്ച്. ഇനി നമ്മൾ ഫാത്തിമ ഏതാ പഠിക്കാൻ പോകുന്നത്? കാഫ് കഴിഞ്ഞ ഏതാ അക്ഷരം? ഫാത്തിമ? ലാം അല്ലെ? ലാം. ഓക്കെ, അപ്പൊ നമുക്ക് ലാമിന്റെ പഠിക്കാം. എല്ലാവരും ലാം നോക്ക്. കാണുന്നില്ലേ? ലാമിന്റെ അക്ഷരം കാണുന്നില്ലേ? ലാം കാണുന്നുണ്ട് കിതാബില്? നോക്ക്. ലാം. ലാമിന് എത്ര രൂപ ഉള്ളേ? ലാമിനും 3 രൂപം അല്ലെ? ലാമിനും 3 രൂപയാണുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പൊ ലാം ഒറ്റക്ക് വരുമ്പോ എങ്ങനെയാണ് ഇതില് ലാം എഴുതാൻ അറിയില്ല എല്ലാവർക്കും? ഇതാ ഇപ്പൊ ഈ കാണുന്ന രൂപയില്ലേ? ഇതാണെന്ത്? ലാം ഇങ്ങനെയാണ് എഴുതല്. ഇങ്ങനെ അല്ലെ? നിങ്ങൾ കോപ്പി എഴുതുന്നുണ്ടാ? കോപ്പി എഴുതുമ്പോ എന്തൊക്കെ ലാമിന്റെ എല്ലാം എഴുതൂ കേട്ടാ. ലാമിന്റെ ഒക്കെ എത്തിയ ആരെങ്കിലും ഉണ്ടാ? ലാം കോപ്പി എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ എഴുതണ്ടേ. ഈ രൂപത്തിലാണ് എന്ത്? ലാം ഉള്ളത്. ഇതാണ് ഒറ്റക്ക് എഴുതുമ്പോൾ. ലാം എന്ന് മാത്രം എഴുതുമ്പോൾ ഈ രൂപത്തിൽ വരും. ഇത് മനസ്സിലായല്ലോ. അടുത്ത രൂപം നോക്കിക്കോ.
അടുത്ത ലാമ് ഇനി വരാൻ പോകുന്ന ലാമ് ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോൾ, ഒരു വാക്കിന്റെ ആദ്യത്തിൽ വരുമ്പോൾ ലാമിന്റെ രൂപം എങ്ങനെയാണ്? ഈ രൂപം. ഏത്? ഈ രൂപം. ഈ രൂപമാണ് ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോൾ. ശേഷം ഒരു അക്ഷരം ഉണ്ടാവും, മുന്നിൽ ഒരു അക്ഷരം ഉണ്ടാകൂല. അപ്പോഴാണ് ലാമിന്റെ ഈ രൂപം അല്ലെ. ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോൾ ഇങ്ങനെ ലാമ് നദി ബാക്കി പകുതി അല്ലെ. ഇപ്പത്തെ താലുള്ള ചൊറ പോയില്ലേ? ചൊറയില്ലാലോ. ആ ചൊറ എന്തിനാ പോക്കെ? വേറൊരു അക്ഷരത്തിലേക്ക് ചേർത്ത് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ലാമിന്റെ രണ്ടാമത്തെ രൂപം മനസ്സിലായല്ലോ. ഇതാണ് ലാമ് ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോഴുള്ള രൂപമാണ് ഇത്. അപ്പൊ രണ്ട് രൂപം മനസ്സിലായി. അടുത്ത രൂപം ലാമ് എവിടെ വരുമ്പോഴാണ്? ഇപ്പൊ ലാം നമ്മൾ ഒറ്റക്ക് പഠിച്ചു, അതുപോലെ ഒരു വാക്കിന്റെ ആരംഭത്തിൽ പഠിച്ചു. ഇനി എവിടെ ഉള്ളത്? ഒരു വാക്കിന്റെ ഫാത്തിമ, ഒരു വാക്കിന്റെ അവസാനത്തിൽ. ഒരു വാക്കിന്റെ അവസാനത്തിൽ, ഒരു വാക്കിന്റെ മധ്യത്തിൽ, അവസാനത്തിൽ ഒരു വാക്കിന്റെ മധ്യത്തിൽ വരുമ്പോഴുള്ള രൂപം കേട്ടാ. മധ്യത്തിൽ വരുമ്പോഴുള്ള രൂപമാണ് നമ്മളിപ്പോ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടാ അമീനെ? അമീൻ ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. അമീൻ ഭയങ്കര മടി. അമീൻ അപ്പൊ നോക്ക്, ലാമിന്റെ മൂന്നാമത്തെ ഈ രൂപം ഇങ്ങോട്ട് നോക്ക്. ഇതാ ഈ രൂപമാണ് ലാമിന്റെ മൂന്നാമത്തെ രൂപം. ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പോൾ അല്ലെ, നടുക്ക് വരുമ്പോൾ ഈ ലാമിന്റെ മുന്നിലും ഒരക്ഷരം ഉണ്ടാവും, ശേഷം ഒരക്ഷരം ഉണ്ടാകും. അതാണ് ലാമിന്റെ മുന്നിൽ കണ്ട ഒരു ചെറിയ വരയില്ലേ, അതേപോലെ ലാമിന്റെ ബാക്കി പകുതി, ശേഷമുള്ള ബാക്കി പകുതി ചൊറ ഇല്ലാലോ, അതൊന്നില്ലാതെ ശേഷം ഒരു അക്ഷരം ചേർക്കാനുണ്ട്. ഒക്കെ മനസ്സിലായല്ലോ. ഇതാണ് ലാമിന്റെ മൂന്നാമത്തെ രൂപം. അതായത് ഈ ലാമിന് മുന്നിലും ഒരു അക്ഷരം ഉണ്ടാവും, ശേഷം ഒരു അക്ഷരം ഉണ്ടാവും. അപ്പോൾ ഈ ലാം എവിടെ വരുന്നതാണ്? ഒരു വാക്കിന്റെ നടുക്ക്. ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പോഴാണ് ഈ രൂപം ഉണ്ടായത്. ഒക്കെ മനസ്സിലായല്ലോ. ഇപ്പൊ ലാമിന്റെ നമ്മൾ എത്ര രൂപം പഠിച്ച്? 3 രൂപം പഠിച്ച്. ഒന്ന് ഈ രൂപം ഒറ്റക്ക് വരുമ്പോഴുള്ള രൂപമാണ് ഇത്. ഇനി ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോഴുള്ള രൂപമാണ് ഇത് അല്ലെ. ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോൾ ശേഷം മാത്രമേ അക്ഷരം ഉണ്ടാവുള്ളൂ, അപ്പോഴാണ് ഈ രൂപം. ലാമിന്റെ മൂന്നാമത്തെ രൂപമാണ് ഇത്. മൂന്നാമത്തെ രൂപമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലാമിന്റെ മൂന്നാമത്തെ രൂപം ഇതെപ്പോ വരുന്നതാണ്? ഒരു വാക്കിന്റെ മധ്യത്തിൽ നടുക്ക് വരുമ്പോൾ. ഇതിന്റെ മുന്നിലും അക്ഷരം ഉണ്ടാവും, ശേഷം അക്ഷരം ഉണ്ടാവും. ലാമിന്റെ 3 രൂപം പഠിച്ചല്ലോ. ഇനി ഉസ്താദ് കിതാബിലില്ല, കിതാബിൽ 3 കൊടുത്തേ, കിതാബിൽ 3 കൊടുത്തിട്ടുള്ളേ. ഒരു രൂപം കൂടി കാണിച്ചു തരാം. ലാമിന്റെ അവസാനത്തിൽ വരുന്ന പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞാ അവസാനത്തിൽ വരുന്ന എങ്ങനെയാന്ന് പറഞ്ഞാ ഇല്ല. അവസാനത്തിൽ വരുമ്പോ എങ്ങനെയാണ്? സാധാരണ പോലെ തന്നെയാണ് ഇതില്. സാധാരണ നമ്മൾ ഒറ്റക്ക് എഴുതുമ്പോ എങ്ങനെയാണ് ഇതില്? ഒറ്റക്ക് എഴുതുമ്പോ ഈ രൂപത്തിലല്ലേ? ഇതേപോലെ തന്നെയാണ് ഒരു വാക്കിന്റെ അവസാനത്തിൽ വരുമ്പോൾ ലാം എഴുതല്. ഇതേ ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും നോക്ക്. ഇതാ ഈ രൂപത്തിലല്ലേ ഒരു വാക്കിന്റെ അവസാനത്തിൽ വരുമ്പോൾ ലാം ഒറ്റക്ക് ഇങ്ങനത്തെ സാധാരണ പോലെ തന്നെ അല്ലേ? ഈ രൂപത്തിലാണ് ലാം വരാൻ. അപ്പൊ ലാമിന്റെയും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ എന്താ ഇത് നിങ്ങൾ നല്ല കൂടി നോക്കാം. ഇത് ലാം വരെ എഴുതണേ. ഉസ്താദ് പറഞ്ഞ കാഫേരാണ് ഉസ്താദ് പറഞ്ഞത് അല്ലെ. ലാം വരെ എഴുതിക്കോ. എഴുതുന്ന നല്ല കുട്ടികളുണ്ട്, നിങ്ങൾക്ക് പഠിക്കണോ നല്ല ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി നല്ല ഉഷാറാക്കി വെക്ക്. നിങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഉസ്താദ് നിങ്ങൾ കുറെ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. നൂറാനിക്കായിട്ട് അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളെല്ലാം പഠിക്കുന്ന അങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, പിന്നെ അതേപോലെ തന്നെ മലയാളത്തിലുള്ള അക്ഷരങ്ങളൊക്കെ നിങ്ങൾ കോപ്പിയെല്ലാം എഴുതലില്ലേ, വാക്കുകൾ എഴുതലില്ലേ, നോട്ടിൽ എഴുതലില്ലേ, അതേപോലെ തന്നെ എന്താക്കണോ അറബി അക്ഷരങ്ങളും പഠിക്കണമെങ്കിൽ നോട്ടിൽ എഴുതണോ, നോട്ട് എഴുതി പഠിക്കണോ, വായിക്കണം ഒക്കെ ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാ? ഈ നൂറാനിക്കായത് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് അക്ഷരങ്ങളൊന്നും മനസ്സിലാവേ. എല്ലായിടത്തും കൂടെ പറയുന്ന പുതിയ കുട്ടികൾ ഫാത്തിമ, സിനിയ, നൂറ, മനസ്സിലാകുന്നുണ്ടാ പറയുന്നേ. ബാക്കിയുള്ള കുട്ടികൾ കുറച്ച് അറിയുന്നേ. അതുകൊണ്ട് എന്താ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അലിമ അപ്പൊ എന്താ ശ്രദ്ധിച്ച് പഠിക്കുക ഓരോ അക്ഷരങ്ങളുടെ രൂപങ്ങൾ കേട്ടാ. നോട്ടിലൊക്കെ എഴുതിക്കോ, അതായത് ഏറ്റവും നല്ലേ കേട്ടാ. ഇൻഷാല്ലാഹ് ഉസ്താദ് സമ്മാനത്തിനായാലും മറന്നു പോയിട്ടില്ല, നിങ്ങളും മറന്നു പോകണ്ട കേട്ടാ. ഓക്കെ, ഇനി അടുത്തതേതാ? ഹിഫ്ള് സൂറത്ത് എടുക്ക്, പെട്ടെന്ന് എടുക്ക്. എടുത്ത് വേഗം എടുക്ക്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ള് സൂറത്ത് എന്ന് പറയുന്നു. ഓക്കെ, മാഷാ അല്ലാഹ്. ഓദിക്കോ. ഹിഫ്ള് സൂറത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തിന്റെ പേരെന്താ? സൂറത്തുൽ ലഹബ് അല്ലേ നൂറ? സൂറത്തുൽ ലഹബ് പറയ്, ഓദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. മാ അഗ്നാ അൻഹു മാലുഹു. മാ അഗ്നാ
അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ. എല്ലാവരും പറഞ്ഞ ഒച്ചത്തിലോത്. സയസ്ലാ നാറൻ ذات لهب. سيصلى نارا ذات لهب وامرأته എങ്ങനെ وامرأته حمالة الحطب حمالة الحطب في جيدها. എന്താ പറയാ എല്ലാരും പറഞ്ഞ ഫാത്തിമ മനസ്സിലാ. ഫി ജീദിഹ ഹബ്ലും മിൻ മസദ് ഹബ്ലും മിൻ മസദ്. ഓക്കെ, നമ്മൾ അടുത്ത വിഷയം ഏതാ? ഇഫ്സ സൂറത്ത് കഴിഞ്ഞ അടുത്ത ദുആ സുന്നത്ത്. 2 പേജ് മറിച്ചാമേ, അല്ല ഒറ്റ പേജ്. ദുആ സുന്നത്ത് എടുക്ക്. അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് സുന്നത്തെന്നും പറയുന്നു. ഓക്കെ, അപ്പോ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകൾ പഠിച്ചല്ലേ എല്ലാവരും? ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകൾ പഠിച്ചല്ലേ? ചാരി ഇരുന്നിട്ട് എന്താക്കരുത്, ഭക്ഷണം കഴിക്കരുത് അല്ലേ? ഭക്ഷണം നിലത്ത് വീണാൽ എടുത്ത് കഴിക്കണം. പിന്നെ പാത്രം വടിച്ചും വിരലുകൾ ഉറിഞ്ചിയും വൃത്തിയാക്കണം. പിന്നെ ഇരിക്കേണ്ടത് എങ്ങനെയാ? സുന്നത്തായ രീതിയിൽ ഇരിക്കണം. ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. തിന്നുമ്പോ എന്ത് പറയണം? ബിസ്മില്ല എന്ന് പറയണം. ബിസ്മി മറന്നു പോയാലോ? എന്താ മീനെ ബിസ്മി മറന്നു പോയാൽ പറയണ്ടേ? ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ട ഫാത്തിമ? അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വജഅലന മുസ്ലിമീൻ. ഓക്കെ, പിന്നെ തിന്നു കഴിഞ്ഞിട്ട് എന്താക്കുക? നല്ല രീതിയിൽ കൈയൊക്കെ കഴുകുക, അതേപോലെ വായൊക്കെ കുപ്പിളിക്കുക, വായൊക്കെ ഫുള്ള് വൃത്തിയാക്കണം കേട്ടാ. ഓക്കെ, അപ്പൊ പാഠം 5 ഇപ്പുറത്തെ പേജ് നോക്ക്. പാഠം 5 71ാമത്തെ പേജ്. വെള്ളം കുടിക്കുമ്പോഴുള്ള സുന്നത്തുകൾ. 1 പറയും, എല്ലാവരും പറഞ്ഞോ? വായിച്ചോ? 1 വലത് കൈ കൊണ്ട് കുടിക്കുക. 2 ഇരുന്ന് കുടിക്കുക. 3 വെള്ളത്തിൽ നോക്കി കുടിക്കുക. 4 ബിസ്മില്ല പറഞ്ഞുകൊണ്ട് കുടിക്കുക. 5 3 തവണകളായി കുടിക്കുക. 3 തവണ പറയാൻ കിട്ടുന്നുണ്ടാ? തവളന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടാ. ചെയ്തേ തവളയല്ല. 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം കുടിക്കുക, പിന്നെ എടുക്കുക. വെളിച്ചം കുടിച്ചേക്കരുത്, മനസ്സിലാണ്ട പറയുന്നേ? 3 പ്രാവശ്യമായിട്ട് കുടിക്കുക. പിന്നെ കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറയുക അല്ലേ? പറയലുണ്ടാ? വെള്ളം കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറയലുണ്ടാ? ഇതെല്ലാം ചെയ്യണേ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിന് എന്തിനാന്നറിയാ? ഇങ്ങനെ പാടി പഠിക്കാനല്ല. എന്ത് പാട്ടും കഥയൊന്നല്ല. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയണോ? ബിസ്മി മറന്നു പോയാലും ബിസ്മില്ല അവ്വൽ ആഖിറ് പറയണോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദുആ പറയണോ? പിന്നെന്താ പഠിച്ച നമ്മള്? ഭക്ഷണം കഴിക്കുമ്പോൾ 14 സുന്നത്ത് പഠിച്ച, അതൊക്കെ നിങ്ങൾ പാലിക്കണം, നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണോ? പ്രാക്ടിക്കൽ പ്രോഗ്രാം ആണ്. ദിസ് ഈസ് പ്രാക്ടിക്കൽ പ്രോഗ്രാം. മനസ്സിലായ? ഫുള്ള് പ്രാക്ടിക്കലാണ് നമ്മളെ പാഠങ്ങള്. ഉസ്താദ് പറയുമ്പോൾ നിങ്ങൾ എന്താക്കണോ? ഫുള്ള് വായിക്കല്. മനസ്സിലായില്ലേ? ഉസ്താദിന്റെ കൂട്ടത്തില് പറഞ്ഞിട്ടുള്ള പ്രാക്ടീസ്. മനസ്സിലായില്ലേ? പിന്നെ പ്രാക്ടിക്കലായിട്ട് വീട്ടിൽ നിങ്ങൾ ചെയ്യണം. എന്നാലേ ഇതൊക്കെ ജീവിതത്തിൽ വരുള്ളൂ. നിങ്ങൾക്ക് മറന്നുപോകാണ്ടിരിക്കുള്ളൂ. ഈ ദുആക്കള് ഭക്ഷണം കഴിക്കുമ്പോൾ ദുആക്കള് പഠിച്ചില്ലേ? ഈ ദുആക്കള് നിങ്ങൾക്ക് മറന്നുപോകാണ്ടിരിക്കണം. എന്താക്കണം എന്നറിയോ? തിന്നുമ്പോൾ എന്താക്കണം? പറയണോ? തിന്ന് കഴിഞ്ഞാൽ പറയണോ? അതേപോലെ തിന്നുമ്പോൾ ഈ 14 സുന്നത്തുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഇതൊന്നും മറന്നുപോല. പിന്നെന്താക്കണം? വെള്ളം കുടിക്കുമ്പോഴുള്ള സുന്നത്തുകൾ 6 പഠിച്ച് വലത് കൈ കൊണ്ട് കുടിക്കുക, ഇരുന്ന് കുടിക്കണോ, അതേപോലെ തന്നെ ബിസ്മി പറഞ്ഞു കുടിക്കണോ, പിന്നെ 3 പ്രാവശ്യമായിട്ട് കുടിക്കണോ, കുടിച്ചതിന് അൽഹംദുലില്ലാ പറയണോ. ഇതൊക്കെ എന്താക്കണം? നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയിട്ട് കൊണ്ടുവരാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും? ഇത് വെറും പഠിച്ചിട്ട് അങ്ങ് പോക്കല്ല. കഥ മാതിരി പഠിച്ച് പാട്ട് മാതിരി ഉസ്താദെ പോയ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞ്
ഒന്നും അറിയില്ല പിന്നെ ചോദിച്ചാല്. അങ്ങനത്തെ കോലത്തിലാകരുത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടാ? ഇവിടെ എല്ലാം ചെയ്യില്ലേ വീട്ടിൽ നിന്ന് ഉസ്താദ് ചോദിക്കും കേട്ടാ. ഓക്കെ, അടുത്ത നോക്ക്, പാഠം 6 പാലിന്റെ പാല്. പാല് കുടിച്ചതിന് ശേഷമുള്ള ദുആ പറയ്. പാല് കുടിച്ചതിന് ശേഷമുള്ള ദുആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. എന്താ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങൾക്കിതിൽ ഐശ്വര്യവും വർധനവും നൽകണമേ. അടുത്ത ദുആ ഇൽമു പഠിക്കുമ്പോഴുള്ള ദുആ പറയും. ഇൽമു പഠിക്കുമ്പോഴുള്ള ദുആ, എല്ലാ നല്ല കാര്യങ്ങളും പഠിക്കുമ്പോഴുള്ള ദുആ അല്ലേ? പഠിക്കുന്ന കാര്യങ്ങൾക്കല്ലേ ഇൽമു എന്ന് പറയുന്ന, അറിവ് എന്ന് പറയുന്നത്. ഓക്കെ, ദുആ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് പ്രയോജനമുള്ള അറിവിനെ ചോദിക്കുന്നു. ഈ ദുആക്കൾ പഠിച്ചാൽ ഇത് പെട്ടെന്ന് പഠിക്കണം. നമുക്ക് ഉറക്കത്തിന്റെ ദുആ പഠിക്കാനുണ്ടല്ലേ? എല്ലാവർക്കും ഉറക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഇപ്പൊ ക്ലാസ് തന്നെ ആരെല്ലാം ഉറങ്ങുന്നുണ്ട്. അതാ അമീനെല്ലാം വെറും ഉറക്കിങ്ങനെ. അമീന ഉഷാറിലിരിക്കുക. അലീമ അപ്പൊ ഇനിയിപ്പോ ക്ലാസ്സിൽ നിന്ന് ഉറക്കം നോക്കിയിട്ടുണ്ട് എന്താക്കണോ? ഈ ദുആ എന്ന് പറഞ്ഞേക്കണോ? മനസ്സിലായ? ഈ ദുആ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഉറങ്ങാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടാ? ഈ ദുആ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ക്ലാസ് നല്ല ഉറങ്ങാം. നല്ല പൂതിയല്ലേ? വേണ്ട. അപ്പൊ എന്താക്കാം, നമുക്ക് പുതിയ ദുആക്കൾ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ദുആ പഠിക്കണേ. പാല് കുടിക്കുമ്പോഴുള്ള ദുആ, പാല് കുടിച്ചതിന് ശേഷമുള്ള ദുആ കേട്ടാ. കുടിച്ചതിന് ശേഷം പിന്നെ ഇൽമു പഠിക്കുമ്പോഴുള്ള ദുആ. ഓക്കെ, അടുത്തെടുക്ക് അഖായിദ്. പെട്ടെന്ന് അഖായിദ് എടുത്താ വേഗം. 79ാമത്തെ പേജ് കലിമത്തു ഷഹാദ എടുത്തില്ലേ? അഖായിദ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അഖായിദ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷഹാദ ഏതാ? പുതിയ ഷഹാദ നമ്മൾ പഠിച്ചല്ലേ? പുതിയ കലിമ പഠിച്ചില്ലേ? പുതിയ കലിമ പഠിച്ചിനാ? ഫാത്തിമ എന്താ പറയാത്തെ? പഠിച്ചില്ലേ ഫാത്തിമ? പുതിയ കലിമ ഏതാ? കലിമത്തു ഷഹാദ പറയ. എല്ലാരും പറഞ്ഞ സിനിയക്ക് ഉഷാറില്ല. സിനിയ വെറും ചിരിച്ചോണ്ട് നിക്കണ്ടട്ടാ. ഞാൻ പറയ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലേ? ഒന്നും കൂടി പറയാം. എല്ലാരും പറയാം. നല്ല നല്ല കലിമയല്ലേ കലിമത്ത് ഷഹാദ? ഇത് പറയണം. ഇത് പഠിച്ചിട്ടില്ലേ നമ്മൾ മുസ്ലിങ്ങളാവൂല. ഇത് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് പറയും. നാവുകൊണ്ട് പറയണം. നമ്മൾ ഉറച്ച് വിശ്വസിക്കണം, എന്നാലേ മുസ്ലിങ്ങളാവുള്ളൂ. ഇപ്പൊ എല്ലാരും മുസ്ലിങ്ങൾ തന്നെയല്ലേ? ഇത് നമ്മൾ പറഞ്ഞല്ലേ? ഓക്കെ, ഇപ്പൊ എല്ലാരും ഒന്നും കൂടി പറയും. ബെമ്പരി നൂറ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഓക്കെ, നൂറ പഠിച്ചില്ലേ? നൂറ ചിരിച്ചോണ്ട് നിന്നിട്ടാ. പഠിച്ചോ നല്ല കുട്ടിയായിട്ട്. അടുത്ത നമസ്കാരം. അടുത്ത നമ്മൾ കഴിഞ്ഞ് പെട്ടെന്ന് പേജുകൾ വേഗം മറിച്ചോളണോ? നമസ്കാരം പറയ്. നമസ്കാരത്തിന്റെ ഇപ്പഴത്തെടുക്ക്. നമസ്കാരത്തിന്റെ 83ാമത്തെ പേജ് പാഠം 2 എടുത്തില്ലേ? നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവർത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം. ഓക്കെ, അപ്പൊ നമ്മൾ ദുആക്കളൊക്കെ പഠിച്ചില്ലേ? നമസ്കരിക്കാൻ പോകുമ്പോൾ പറയേണ്ട ദുആക്കൾ അറിയാം. ആർക്കല്ല അറിയാത്തത്? ആർക്കറിയാത്തത്? സുജൂദിൽ പോയാൽ പറയേണ്ടത് അറിയില്ലേ? റുക്കുവിൽ പോയാൽ പറയേണ്ടത് അറിയാം. പിന്നെ റുക്കുന്ന് എഴുന്നേറ്റ് നിന്നാല് പറയേണ്ടത് തഹ്മീദ് അറിയാം. എല്ലാവർക്കും അറിയില്ല. ഇതെന്തപ്പോ ഫാത്തിമക്ക് അറിയാത്ത മാതിരി? നൂറ അറിയാം. നൂറ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നൂറ പറയ്. എന്താ റുക്കുവിൽ പോയ എന്താ പറയണ്ടേ? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. നമ്മൾ റുക്കുവിൽ നിന്ന് എഴുന്നേറ്റ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു. പിന്നെന്ത് പറയണം? റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു. പിന്നെ അടുത്ത എന്താ? സുജൂദിൽ പോയി അല്ലേ? പിന്നെ നേരെ അടുത്തേക്ക് പോ. സുജൂദിൽ പോലെ അമീന സുജൂദിൽ പോയി എന്താ പറയണ്ടേ? സുബ്ഹാന റബ്ബിയൽ അല വബിഹംദിഹി. ഇതെല്ലാ ദിവസവും പറഞ്ഞു തരൂലേ? ഇത് 1ാം മാസത്തെ കഴിഞ്ഞ പാടാന്ന്. പിന്നെ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ, ഓർമ്മിച്ചോട്ടെ എന്ന് വെച്ച് പറഞ്ഞു തരുന്നേ. ഉസ്താക്ക് വേറെ പണിയില്ലായിട്ടൊന്നുമല്ല. ഇതിലെല്ലാം ക്ലിയർ ആക്കി പഠിച്ചോക്കട്ടാ.
ഓക്കെ, നമ്മൾ അടുത്ത പാഠം നോക്ക്. പാഠം 2 നോക്ക്. പാഠം 2 വേഗം. ഇഫ്തിതാഹിന്റെ ദുആ അല്ലെ? ഇഫ്തിതാഹിന്റെ ദുആ ആരംഭത്തിൽ പറയണ്ടല്ലേ? കൈകെട്ടി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ കൈകെട്ടൂലേ? കൈകെട്ടി കഴിഞ്ഞാൽ പറയേണ്ട ദുആ എന്നല്ലേ ഇത്? എന്താ പേര് ദുആന്റെ? ഇഫ്തിതാഹിന്റെ. ഇഫ്തിതാ 2 താ. ഇഫ്തിതാഹിന്റെ ദുആ പറഞ്ഞോ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി അല്ലേ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ, അങ്ങനെ വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? വമഹ്യായ വമമാതി. എത്ര മാണ്ട്? 2 മാ. വമമാതി വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ അല്ലേ? ഓക്കെ, മാഷാ അല്ലാ. ഓക്കെ, അപ്പൊ നമ്മള് വജ്ജത്ത് പഠിച്ചില്ലേ? അതിനടുത്ത വിഷയം ഏതാ? കഴിഞ്ഞ വജ്ജത്ത് പഠിക്കണേ, എല്ലാവരും വായിച്ചു നോക്കണേ. അടുത്തടുത്ത് പെട്ടെന്ന് എടുക്കുക. ഇതാ കുറെ സമയമായി. ഇസ്ലാമിക വിജ്ഞാനം എടുക്ക്. ഇസ്ലാമിക വിജ്ഞാനം എടുത്തു. ഇസ്ലാമിക വിജ്ഞാനം എടുത്തില്ലേ? പാഠം 3 നോക്ക്. പാഠം 3 121 പേജ് 121 എടുക്കൂ, പെട്ടെന്ന് എടുക്കൂ. പാഠം 3 എന്താ ചോദ്യം? വായിക്ക്. ചോദ്യം: നിങ്ങൾ വായിച്ച് എല്ലാവരും പറയേ. നിങ്ങൾ ആരുടെ മുന്നിലാണ് സുജൂദ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ ആരുടെ മുന്നിലാണ് സുജൂദ് ചെയ്യുന്നത്? ഉത്തരം: അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമാണ് ഞങ്ങൾ സുജൂദ് ചെയ്യുന്നത് അല്ലേ? അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമാണ് ഞങ്ങൾ സുജൂദ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം: ഖുർആൻ ആരുടെ ഗ്രന്ഥമാണ്? ഉത്തരം: ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. പറയുന്നുണ്ട് എല്ലാവരും? ഇത് ചോദിച്ചോ? ചോദിക്കേ ഈ ചോദ്യങ്ങളല്ല. അപ്പൊ പടപടാന്ന് ഉത്തരം പറയണം കേട്ടാ. എന്ത് പടപടാന്ന്? പടപടാന്നല്ല, ഉത്തരം പറഞ്ഞായിരുന്നു. എന്താ ഇപ്പം പറഞ്ഞ ചോദ്യം എന്താ? ഖുർആൻ ആരുടെ ഗ്രന്ഥമാണ്? എന്താ ഉത്തരം? ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അടുത്ത ചോദ്യം: ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു? ചോദ്യം കാണുന്നുണ്ടോ? മൂന്നാമത്തെ ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു? ഉത്തരം: ഖുർആൻ എല്ലാരും പറയപ്പാ. എന്താണ് ഉഷാറില്ലാത്ത? ഒന്ന് ഉഷാറിലേക്ക് ഓർക്കുമല്ല. ഖുർആൻ ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാ നന്മകളും പഠിപ്പിക്കുന്നു. ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ നമുക്ക് ഇന്ന് 3 ചോദ്യം പഠിച്ചാൽ മതി. ബാക്കി ഒരു ചോദ്യം കൂടി ഇടാം. നമുക്ക് നാളെ മറ്റന്നാളെല്ലാം പഠിക്കാം കേട്ടാ. ഇനി കുറച്ച് ദിവസം ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ മൂന്നാമത്തെ ചോദ്യം എന്താ? ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നല്ലേ? ഖുർആൻ എന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്നാണ് ചോദിക്കുന്നേ. എന്താ ഉത്തരം എന്താ? അപ്പൊ നമ്മളെന്താ പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പൊ നൂറിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക. നൂറാ കേട്ടാ. നൂറിന്റെ അടുത്ത് ഫാത്തിമ വന്നിട്ട് ചോദിക്കുക. നൂറിന്റെ അടുത്ത്: നൂറ, അങ്ക് ഖുർആൻ എന്താ പഠിപ്പിച്ചു തരുന്നത് പറഞ്ഞു തരുമോ അല്ലേ? അപ്പൊ അന്നേരം നൂറ പറയാണ്: ഇനിയൊന്ന് പോയാട്ടാ, എനിക്കൊന്നും അറിയില്ല അല്ലേ? അങ്ങനെ പറയരുത്. നമ്മളൊപ്പം പറഞ്ഞു കൊടുക്കണോ? അപ്പൊ ഈ ഇത്തരം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കാ? നൂറൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റൂ. മനസ്സിലാകുന്നുണ്ടാ? സിനിയ മനസ്സിലാകുന്നുണ്ടാ പറയുന്നേ? അപ്പൊ നൂറൊക്കെ എന്താക്കൂ? പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റൂ. ഫാത്തിമ ചോദിച്ചു നൂറന്റെ അടുത്ത്: നൂറ, അങ്ക് ഇത് പറഞ്ഞു തരാം, ഖുർആൻ എന്താ പഠിപ്പിച്ചിരുന്നേ? അപ്പൊ നൂറ പറഞ്ഞു കൊടുത്ത്. നൂറ അപ്പൊ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നൂറ നല്ല കുട്ടിയാണ്. അപ്പൊ നൂറ പറഞ്ഞു കൊടുക്ക്. നൂറ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഖുർആൻ ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാ നന്മകളും പഠിപ്പിക്കുന്നുണ്ട് ഫാത്തിമ അല്ലെ? അപ്പൊ ഫാത്തിമക്ക് മനസ്സിലായി. അപ്പൊ ആർക്കും മനസ്സിലായി? സിനിയക്കും മനസ്സിലായി അല്ലേ? അപ്പൊ അലീമ പറഞ്ഞു: ഉസ്ത എന്താന്ന് എന്റെ പേര് അറിയാത്ത? അലീമ എല്ലാം കേൾക്കുന്നുണ്ട്. അലീമ അടുത്തന്നെ ഉണ്ടായിരുന്നല്ലേ? അലീമയെ കിതാബ് എടുത്തു കൊടുത്തേ. ഓക്കെ, ബാക്കി രണ്ടാളും കാത്തു നിൽക്കണ്ട കേട്ടാ. നിങ്ങളെ രണ്ടാളും പുസ്തകമാകുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 ചോദ്യം പഠിച്ചില്ലേ? 3 ചോദ്യം പഠിച്ചില്ലേ? ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ എന്താ ഈ 3 ചോദ്യ ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കാം. ഇനി അടുത്ത എടുക്കത്തോ? അടുത്ത അറബി എടുക്ക്.
അതിന് മുമ്പ് ഒരു ദുആ ഉണ്ട് മറന്നു പോണ്ട. 124 പേജ് 124 2 പേജ് മറിച്ചാൽ മതി. ഇപ്പൊ എടുത്തതിന് 2 പേജ് 124 124 എടുക്ക് പെട്ടെന്ന്. അതാ താലതാ ദുആദാ താല് പറഞ്ഞ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന. സ്പീഡായി പോയിനാ, ഒന്നും കൂടി പറയും. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഓക്കെ, മാഷാഅല്ലാഹ്. നേരത്തെ അറബി എടുത്തോ, പെട്ടെന്ന് എടുത്തോ. അറബി നമുക്ക് പുതിയ പാഠങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ 136 പേജ് എടുക്കുകയല്ലേ. നമ്മൾ ഇന്നലെ എന്തെല്ലാം പഠിച്ച്? വെള്ളം പഠിച്ചു, റൊട്ടി ചപ്പാത്തി പഠിച്ചു, ഉരുളക്കിഴങ്ങ് പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? 3 പുതിയ എണ്ണം പഠിച്ചില്ലേ? ഇപ്പഴത്തെ പാഠം മറന്നു പോണ്ടേ കേട്ടാ. ബസ്സിന് എന്താ പറയാന്? ഹാഫിലത്തുൻ ബസ്. പറഞ്ഞ എല്ലാവരും പറയും. ഹാഫിലത്തുൻ ബസ്, സയ്യാറത്തുൻ കാറ്. പിന്നെ പാസ്പോർട്ടിന് എന്താ പറയാന്? ജവാസുൻ പാസ്പോർട്ട്. പറഞ്ഞ ജവാസുൻ പാസ്പോർട്ട്. മത്താറുൻ എയർപോർട്ട് അല്ലേ? മത്താറുൻ എയർപോർട്ട്. പിന്നെ ഐഷ്ഹാദ അല്ലേ? അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. ഐഷ്ഹാദ ഇതെന്താണ് അല്ലേ? ഐഷ്ഹാദ ഇതെന്താണ്? ഓക്കെ, അടുത്ത ഇപ്പൊ നമ്മളെ പുതിയ പാഠം നോക്ക്. ഭക്ഷണപാനീയങ്ങൾ പറഞ്ഞോ എല്ലാവരും നോക്ക്. മാഉൻ വായിക്കേ. മാഉൻ വെള്ളം. ഖുബ്സുൻ റൊട്ടി. ബത്താത്തിസുൻ ഉരുളക്കിഴങ്ങ്. ഓക്കെ, അപ്പൊ 3 പഠിച്ചില്ലേ? പഠിച്ചേ 3 സെയ്ദ് വായിച്ച സെയ്ദേ ഒന്നാമത്തെ വായിക്ക്. എന്താണ്? മാഉൻ വെള്ളം അല്ലേ? അടുത്ത അമീൻ ഖുബ്സുൻ റൊട്ടി അല്ലേ? രണ്ടാമത്തെ എന്താ? ഖുബ്സുൻ അല്ലേ? ഖുബ്സുൻ റൊട്ടി. അടുത്ത അലിമ മൂന്നാമത്തെ എന്താ? വായിക്കലിമ. ബത്താത്തിസുൻ എന്തേ? ബത്താത്തിസുൻ ഉരുളക്കിഴങ്ങ്. അപ്പൊ നമ്മൾ 3 പഠിച്ചു. ഇനി നമുക്ക് ഇന്ന് 2 കൂടി പഠിക്കാം. എത്ര പഠിക്കാം? 2 കൂടി പഠിക്കാം. നോക്ക്, അടുത്ത നോക്ക്. രണ്ടാമത്തെ വരിക. രണ്ടാമത്തെ നോക്ക്. സുക്കറുൻ പറഞ്ഞ സുക്കറുൻ പഞ്ചസാര. അടുത്ത താല് 3ാമത്തെ വരി. ഫസ്റ്റ് ഏതാ? ജ്യൂസ് അല്ലേ? അതാ ജ്യൂസ് കാണുന്നുണ്ട് നിങ്ങള്. ഒന്ന് ഏതാ? പച്ച കളറുള്ള ജ്യൂസ് ഏതാ പച്ച കളറുള്ള ജ്യൂസ്? നിങ്ങൾക്ക് അറിയോ? ലെമണാന്ന് തോന്നുന്നല്ലേ? ലെമൺ ജ്യൂസാന്ന് തോന്നുന്നു. പിന്നെ ഏതാ ഇപ്പുറത്ത്? ഓറഞ്ച്. ലെമണിന്റെ ഫോട്ടോ ഉണ്ട് അവിടെ. ഉസ്ത കണ്ടിട്ടില്ല. ആരാ ലെമണിന്റെ ഫോട്ടോ കണ്ടേ? നാരങ്ങ ഉണ്ടല്ലേ? ഓറഞ്ചാന്ന് തോന്നുന്നു. ഗ്രീൻ ഓറഞ്ചും പിന്നെ ഓറഞ്ച് കളറുള്ള ഓറഞ്ചും അല്ലേ? പച്ചയും പഴുത്തതും. അപ്പൊ ഗ്രീൻ കളറുണ്ട്, ഓറഞ്ച് കളറുള്ള ഓറഞ്ച് അല്ലെ? നല്ല നാരങ്ങ ജ്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ജ്യൂസിന് എന്താ പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടമാണ് ജ്യൂസ്. എന്താ ഫാത്തിമക്ക് ഇഷ്ടമാണോ? ഫാത്തിമക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ഏതാണ്? ചിക്കു അല്ലേ? ചിക്കുവാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഉസ്താക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസ് ഇല്ല, ഉസ്താ പറഞ്ഞു തരില്ല. ഓക്കെ, അപ്പൊ ജ്യൂസിന് എന്താ പറയാന്? അസീറുൻ. എന്തേ? അസീറുൻ ജ്യൂസ്. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും പഠിച്ച് 2 പഠിച്ച്. പുതിയത് ഒന്ന് പറഞ്ഞ സുക്കറുൻ പഞ്ചസാര അല്ലേ? സുക്കറുൻ പഞ്ചസാര അല്ലെ? പഞ്ചസാരക്ക് ഇംഗ്ലീഷിൽ എന്താ പറയല്? ഇംഗ്ലീഷ്കാരെല്ലാം എടുത്തു. എല്ലാം ഇംഗ്ലീഷ്കാരെല്ലാം എടുത്തു. പഞ്ചസാരക്ക് ഇംഗ്ലീഷിൽ എന്താ പറയല്? ഷുഗർ അല്ലെ? സുഗർ എന്ന് പറയൂ അല്ലെ? ഇംഗ്ലീഷില് അതന്നെയാണ് അറബിയിൽ എന്ത്? സുക്കറുൻ. എന്ത്? സുക്കറുൻ പഞ്ചസാര. പിന്നെ ജ്യൂസിന് എന്താ പറയാന്? അസീറുൻ ജ്യൂസ്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു. അപ്പൊ നമ്മൾ പുതിയ എത്ര എണ്ണം പഠിച്ച്? 5 പഠിച്ചു. അപ്പൊ നോക്കിക്കോ ഒന്നും കൂടി. കിതാബൊക്കെ 136 പേജ്. നിങ്ങൾ പേജ് എടുത്തിട്ടില്ലേ? നിങ്ങൾ എടുത്തില്ലാന്ന് ഞാൻ ചുസ്തപ്പോ പേജെല്ലാം പറയുന്നത്. നോക്ക്. മാഉൻ വെള്ളം. ഖുബ്സുൻ റൊട്ടി. ബത്താത്തിസുൻ ഉരുളക്കിഴങ്ങ്. സുക്കറുൻ പഞ്ചസാര. അസീറുൻ ജ്യൂസ് അല്ലേ? മാഷാ അല്ലാഹ്. അപ്പോ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കേണ്ടത് കേട്ടാ. അപ്പൊ ഇന്നത്തെ പാഠം കഴിഞ്ഞ് എല്ലാരും വായിച്ചു നോക്കാം.
പുസ്തകം പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. എല്ലാവരും നല്ല കിതാബൊക്കെ വായിച്ചു നോക്കണം. പിന്നെ നൂറാനി കായിക മറന്നു പോകരുത്. ഇഫ്ലു സൂറത്ത് ലഹബ് ഓതി നോക്കാം. അത് പഠിക്കണേ. മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട സൂറത്തല്ല നൂറാനി കായികയിലുള്ള അക്ഷരങ്ങൾ ഉസ്താദ് നൂറ പറഞ്ഞ മറന്നു പോയിട്ടില്ല എല്ലാവരും. നിങ്ങൾ കഴിവിന്റെ പരമാവധി നോട്ടിലൊക്കെ എഴുതി പഠിക്കുക, മനസ്സിലായി ചോദിക്കുക കേട്ടാ. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടി വളരാൻ, നല്ല രീതിയിൽ കൂടി പഠിക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലുണ്ട്, ഈ അറബിയിൽ എല്ലാ കാലത്തും ആവശ്യമില്ലാന്ന്. നിങ്ങൾ ഉപ്പയിലെ ഗൾഫിലല്ലേ, ചിലപ്പോൾ നിങ്ങൾ ഉപ്പയും ഗൾഫിൽ നിങ്ങളെല്ലാം കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയാൽ മലയാളം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ അവിടെ പോയിട്ട് അറബി പറയണോ. ഗൾഫിലെല്ലാം അറബിയാണ്. അബുദാബിയിലല്ലേ, സൗദിയിലല്ലേ, നിങ്ങൾ ഉപ്പെല്ലാം അടലില്ലേ കുറെ ഉപ്പ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ എന്താക്കണോ, നിങ്ങൾ ഉപ്പ് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിങ്ങൾ പോയിട്ട് മുട്ടായി വാങ്ങണമെങ്കിൽ അവിടെ മലയാളക്കാരെ വീഡിയോ ഒന്നും ഉണ്ടാവുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ പോയിട്ട് മുട്ടായിക്ക് പറയണോ. മുട്ടായിക്ക് എന്താ പറയാന്നറിയോ? അത് അറിയണമെങ്കിൽ ഉസ്താദ് ചോദിച്ചു. ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഉസ്താദ് പറഞ്ഞുതരും, ചോദിക്കാണെന്ന് പറഞ്ഞില്ല. അപ്പൊ അറബി പഠിക്കണം, മനസ്സിലായില്ലേ? അറബി പഠിച്ചാൽ നമുക്ക് എല്ലാം സംസാരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും തയ്യാറാണ് പഠിക്കാനേ? മാഷാ അല്ലാഹ്, എല്ലാ മക്കളെ കബൂലാക്കുമാറാകട്ടെ. എല്ലാ ദിവസവും ഇതേപോലെ ക്ലാസ് നല്ല കുട്ടികളായിട്ട് വന്നിട്ട് ഇരിക്കണം കേട്ടാ. ഓക്കെ, തയ്യാറാണല്ലേ? ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ക്ലാസ് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.